നമുക്ക് 1100 രൂപ അല്ലെങ്കിൽ 1200 രൂപ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 1000 രൂപ നമുക്ക് പെർ കിലോയിൽ ലാഭം കിട്ടും. ആ രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. നമസ്കാരം, ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പ്രത്യേക ബിസിനസ് ഐഡിയ ആണ് പറയാൻ പോകുന്നത്. അല്പം സ്റ്റഡി ചെയ്യാമെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ്. ഈ ഒരു പ്രോഡക്റ്റിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല രീതിയിൽ വിറ്റഴിക്കാൻ പറ്റും. പക്ഷെ അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിംഗ് കൃത്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി നല്ല രീതിയിൽ വിറ്റഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ഒരു ഐഡിയ ആണ്, പക്ഷെ അതിന് ആ രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. അതുകൂടാതെ തന്നെ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ബന്ധപ്പെട്ട് അവിടെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും മറുപടി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് പ്രോഡക്റ്റിലേക്ക് വരാം. ഒന്ന്, നമ്മളുടെ സ്ട്രെസ്സിന് റിലീഫ് കൊടുക്കുന്ന ഒരു സാധനമാണ്. നല്ല രീതിയിൽ സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു സാധനമാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഡൈജഷൻ, അതായത് ദഹന പ്രക്രിയയെ നല്ല രീതിയിൽ ഇംപ്രവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഡീടോക്സിഫിക്കേഷൻ, അതായത് നമ്മളുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പുറത്തു കളയുന്ന ഒരു സംഭവമാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. വെയിറ്റ് ലോസ് വേണ്ടവർക്ക്, അതായത് നല്ല പൊണ്ണത്തടിയൊക്കെയാണ്, ഒന്ന് വെയിറ്റ് ലോസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നല്ല ഉറക്കം കിട്ടാനും ഈ പ്രോഡക്റ്റ് നല്ലതാണ്. അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണ് എന്ന് പറയാം. ഇതൊരു ഹെർബൽ ടീ ആണ്. പ്രത്യേക തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ അളവ്, കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുകയോ ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ചമോമൈൽ ആണ്. 200 ഗ്രാംസ്. ചമോമൈൽ എന്താണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ ഇതൊരു തരം ജമന്തി പൂവാണ്. നമുക്ക് കിട്ടും, പക്ഷെ നമുക്ക് മാർക്കറ്റിൽ അത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് പുതിന, പെപ്പർമിന്റ് ആണ്. അത് 200 ഗ്രാംസ് വേണം. പിന്നെ വേണ്ടത് ലാവണ്ടർ ആണ്, അത് 100 ഗ്രാംസ് വേണം. പിന്നെ വേണ്ടത് ഹിബിസ്കസ് ആണ്, ചെമ്പരത്തി, 150 ഗ്രാം വേണം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്, 150 ഗ്രാം. പിന്നെ ലെമൺ ഗ്രാസ് വേണം, അത് വേണം 100 ഗ്രാം. പിന്നെ റോസ് പെറ്റൽസ്, അതായത് നമ്മുടെ റോസാപ്പൂവിന്റെ ഇതൾ, അത് വേണം ഒരു 100 ഗ്രാം. ഇത്ര ഐറ്റംസ് ആണ് ഇതിന് വേണ്ടത്. ഈ ഐറ്റംസ് എല്ലാം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ അതിന്റെ ഹോൾസെയിലർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രിപ്പറേഷനിലേക്കാണ് ഇനി പോകുന്നത്. നമുക്ക് ഈ സാധനങ്ങൾ ഇതെല്ലാം ഫ്രഷ് ഹെർബായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിനെ ഡ്രൈ ചെയ്യണം. നല്ല രീതിയിൽ ഡ്രൈ ചെയ്തതിനു ശേഷം അത് കൂൾ ചെയ്യണം. ഒരു ഡാർക്ക് പ്ലേസിലായിരിക്കണം ഇത് വെച്ചിരിക്കേണ്ടത്. കൂടാതെ നല്ല വെന്റിലേഷനുള്ള, നല്ല എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലമായിരിക്കണം ഇത് വെച്ചിരിക്കേണ്ടത്. ശേഷം നമ്മൾ ഈ ഡ്രൈഡ് ഹെർബ്സ് എല്ലാം കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഉണക്കിയതിനു ശേഷം അത് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തു വെക്കുക. പിന്നെ ഇത് പാക്ക് ചെയ്യാം. നമുക്ക് എത്ര ഗ്രാം ആണ് കൊടുക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് പാക്ക് ചെയ്യാം. അവിടെയും എയർ ടൈറ്റ് ബാഗുകളായിരിക്കണം. കാരണം അതിന്റെ ആ ഒരു അരോമ, അതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. പാക്ക് ചെയ്യുക, ലേബൽ ചെയ്യുക, ശേഷം മാർക്കറ്റിൽ എത്തിക്കുക. ഈ ഒരു ടീ എല്ലാവർക്കും മേടിക്കാൻ പറ്റും എന്ന് ഞാൻ പറയില്ല. കാരണം സ്വല്പം കോസ്റ്റ്ലി ആകുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിൽ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് തൊട്ടുള്ള ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. കാരണം ഒരു ലോവർ മിഡിൽ ക്ലാസ് വ്യക്തി അല്പം തടി കൂടിയാലും പറയും കുഴപ്പമില്ല, ഞാനത് സഹിച്ചോളാം എന്ന് പറയും. പക്ഷെ അപ്പർ മിഡിൽ ക്ലാസ് ഇല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആളുകൾക്ക് അങ്ങനെ വരുമ്പോൾ അവർ അതിനുവേണ്ടി മാക്സിമം തുക മുടക്കി പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. നമ്മളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് ബ്രാൻഡ് ചെയ്യണം.
കാരണം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ലോക്കൽ ആയിട്ട് നമുക്കിത് വിൽക്കാൻ പറ്റും. കാരണം ലോക്കൽ മാർക്കറ്റുകളിൽ വിൽക്കാൻ പറ്റും, എക്സിബിഷനിൽ വിൽക്കാൻ പറ്റും, ഫെയറുകളിൽ വിൽക്കാൻ പറ്റും, ഹെൽത്ത് ഫുഡ് കിട്ടുന്ന സ്റ്റോറുകളിൽ വിൽക്കാൻ പറ്റും, ജിംനേഷ്യങ്ങളിൽ വിൽക്കാൻ പറ്റും, ഓർഗാനിക് ഷോപ്പുകളിൽ വിൽക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് മെയിൻ ആയിട്ട് വിൽക്കാൻ പറ്റുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ ലോക്കൽ കഫേകൾ ഉണ്ടല്ലോ, മറ്റേ ചായക്കട, കോഫി, അങ്ങനെയുള്ള സ്വല്പം സ്റ്റാൻഡേർഡ് ഉള്ള കഫേകളുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീ അവിടെ വിൽക്കാൻ പറ്റും. അവരപ്പോൾ അതിന് വാങ്ങിക്കുന്ന ഹെൽത്തി ടീ ആയതുകൊണ്ട് അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ചായ ഒരു 3 സ്റ്റാറിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 150ക്ക് മുകളിൽ ഒരു ചായ വരുന്ന ഹോട്ടലുകൾ നമ്മളുടെ ഇവിടെയുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും അവർ ചെയ്യുന്നത്. എന്തായാലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രോഡക്റ്റ് ആണ്, നല്ല രീതിയിൽ വിറ്റ് പോകുന്ന പ്രോഡക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ കൂടാതെ ഓൺലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാൻ പറ്റും. അതിന് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സഹായങ്ങൾ അവർ ചെയ്തു തരും. അത് പെയ്ഡ് ആയിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ നമ്പർ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം നമ്മളുടെ റോ മെറ്റീരിയൽ ഞാൻ പറഞ്ഞ അളവിൽ എടുത്ത് വരുമ്പോൾ തന്നെ ഏകദേശം 1100 രൂപയുടെ അടുത്ത് ഈ ഒരു സംഭവത്തിന്റെ വില വരും. റോ മെറ്റീരിയൽ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ അളവ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അത് അനുസരിച്ച് നിങ്ങൾ നോക്കുക. 1 കിലോയുടെ ഡീറ്റെയിൽ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ടോട്ടൽ ഇൻഗ്രീഡിയൻസ് വെച്ച് 1 കിലോ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് 1100 രൂപയോളം വില വീഴും. ഈ പ്രോഡക്റ്റ് തന്നെ നമ്മൾ വിൽക്കുമ്പോൾ 2250 മുകളിലായിരിക്കും 1 കിലോയുടെ ആവറേജ് പ്രൈസ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് മാത്രമേ അത് അഫോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ 2250 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് 1100 രൂപ അല്ലെങ്കിൽ 1200 രൂപ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 1000 രൂപ നമുക്ക് പെർ കിലോയിൽ ലാഭം കിട്ടും. ആ രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. കാരണം 1000 രൂപയുടെ പ്രോഡക്റ്റ് അല്ലെ, 2000 രൂപയുടെ പ്രോഡക്റ്റ് അല്ലെ, ആര് വാങ്ങിക്കാനാണ്? ഈ ഒരു ചിന്താഗതി ഉള്ളവർ ഇതിനകത്തേക്ക് പോകാതിരിക്കുക. ഹൈ ഫൈ ചിന്താഗതി ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത്. ഇവിടെ ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ഈ ബിസിനസ്സിൽ ഇടപെടാൻ പാടുള്ളൂ. മറ്റുള്ള ലൈസൻസുകളും എല്ലാം എടുത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്, GST സഹിതം. കാരണം നമ്മൾ ചെറിയ ഒരു കാര്യമല്ല ചെയ്യാൻ പോകുന്നത്, വലിയൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.